ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന പരസ്യപ്രചാരണത്തിന്റെ ക്ഷീണമുണ്ടെങ്കിലും നിശബ്ദ പ്രചാരണ ദിനത്തിൽ അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് കോഴിക്കോട്ടെയും വടകരയിലെയും സ്ഥാനാർത്ഥികൾ. കോഴിക്കോട് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. ബാലുശ്ശേരി കേന്ദ്രീകരിച്ചായിരുന്നു കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ നിശബ്ദ പ്രചരണം. 4ാം തവണയും ഉയർന്ന ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് രാഘവൻ. 3 തവണ കോഴിക്കോട് ജനങ്ങൾ എന്നെ ജയിപ്പിച്ചു. ജനങ്ങൾക്ക് എന്നിൽ വിശ്വാസമാണ്, എനിക്ക് അവരിലും വിശ്വാസമാണ്. 4ാമത്തെ തെരഞ്ഞെടുപ്പിലും അതുണ്ടാകും എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. എന്നാൽ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ തനിക്ക് ലഭിക്കുമെന്ന് ആവർത്തിക്കുകയാണ് LDF സ്ഥാനാർത്ഥി എളമരം കരീം. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും, ആ അന്തരീക്ഷമാണ് ഇപ്പോൾ കാണുന്നത്. കോലാഹലം ഉണ്ട് എന്ന് കരുതി അതൊന്നും LDFിൻ്റെ വോട്ട് ബാങ്കിനെ ബാധിക്കില്ല. LDF വളരെ സയൻറ്റിഫിക്കായി വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ടാണ് ഉണ്ടാകാൻ പോകുന്നത്. തികഞ്ഞ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് NDA സ്ഥാനാർത്ഥി MT രമേശും. പ്രചരണത്തിൻ്റെ സമയത്ത് വിട്ടുപോയ ചില പ്രദേശങ്ങളുണ്ട്, ആ പ്രദേശങ്ങൾ പോകണം. അങ്ങനെയൊക്കെയുള്ളൊരു ഷെഡ്യൂളാണ് ഇന്ന് രാത്രി വരെയുള്ള പരിപാടി. 100% ജയിക്കും. കൂത്തുപറമ്പ് കേന്ദ്രീകരിച്ചായിരുന്നു വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയുടെ നിശബ്ദ പ്രചരണം. UDFിൽ നിന്ന് വടകര തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശൈലജ. വടകര വിട്ടുകൊടുക്കില്ലെന്ന് ആവർത്തിക്കുകയാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. പരസ്യപ്രചരണത്തിന്റെ ക്ഷീണമൊന്നും വകവയ്ക്കാതെയായിരുന്നു സ്ഥാനാർത്ഥികളുടെ നിശബ്ദ പ്രചരണം. പ്രചരണകാലത്ത് ലഭിച്ച വലിയ സ്വീകരണം മുന്നണികൾക്ക് എല്ലാം വലിയ ആത്മവിശ്വാസമാണ് പകരുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.